ഗ്രേ മീഡിയാസിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ആശംസകൾ. മാർക്കോ അതാ 13-ാം ദിനത്തിലേക്ക് കടക്കുകയാണ്. 12 ദിനങ്ങളിലെ മിന്നുന്ന പ്രകടനത്തിന് ശേഷം ന്യൂ ഇയർ ദിനത്തിൽ സിനിമയുടെ പ്രകടനം എങ്ങനെയായിരിക്കും? സംശയങ്ങളൊന്നും വേണ്ട, സിനിമയ്ക്ക് മികച്ച രീതിയിലുള്ള പ്രകടനം തന്നെയായിരിക്കും. അതിനൊരു കാരണവുമുണ്ട്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രിപ്ഷൻ പരിഗണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഒപ്പം 50,000 സബ്സ്ക്രൈബേഴ്സ് എന്ന ആ ഒരു പ്രതീക്ഷ ഇതുവരെ എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സഹകരണം അത്യാവശ്യവുമാണ്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു, ന്യൂ ഇയർ ദിനത്തിൽ 300-ന് മുകളിലുള്ള സ്ക്രീനുകളാണ് തെലുങ്കിൽ സിനിമയ്ക്ക് വരുന്നത്. അതായത് തെലുങ്കിൽ സിനിമയുടെ റിലീസ് നടക്കാൻ പോവുകയാണ്. ഗംഭീരമായിട്ടുള്ള ഒരു രീതിയിൽ തന്നെയാണ് സിനിമ അവിടെ വരാൻ പോകുന്നത്. ഇതിനോടകം തന്നെ കേരളത്തിനകത്തും പുറത്തും ഹിന്ദിയിലും ഒക്കെയുള്ള ആ ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ ആളുകളുടെ മൗത്ത് പബ്ലിസിറ്റിയിലൂടെ വന്ന ആ ഒരു കാര്യം കൊണ്ട് തന്നെ എല്ലാ വേൾഡ് വൈഡായിട്ട് സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു തരംഗം സൃഷ്ടിക്കാൻ കഴിയുകയാണ്. GCC രാജ്യങ്ങളിലും നാളെ തന്നെയാണ് ഹിന്ദി വെർഷൻ റിലീസ് ചെയ്യുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ കൂടെ എത്തുമ്പോൾ നമുക്ക് അതിഗംഭീരമെന്ന് തന്നെ വരാം. ഇനിയും അടുത്ത ദിവസങ്ങളിൽ ഹിന്ദിയിൽ എക്സ്ട്രാ ഷോസ് റെഗുലർ ഷോസ് ആക്കി മാറ്റുന്ന ഒരു കാര്യവും വരുന്നുണ്ട്. അതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ സിനിമ അതിഗംഭീരമായിട്ടുള്ള കുതിപ്പാണ് പ്രതീക്ഷിക്കുന്നത്. 12-ാം ദിനത്തിൽ സിനിമയ്ക്ക് കേരളത്തിൽ നിന്ന് നേടാൻ കഴിഞ്ഞിരിക്കുന്നത് വലിയൊരു ഇടിവ് തന്നെയാണ് വന്നിരിക്കുന്നത്. കാരണം ന്യൂ ഇയർ ദിനമാണ്, വൈകുന്നേരം ഒന്നും ആളുകൾ ഇല്ല ഒരു സിനിമയ്ക്കും എന്ന് തന്നെ പറയാം. ഏകദേശം 56 ലക്ഷം രൂപയോളമാണ് 811 ഷോകളിൽ നിന്ന് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ട്രാക്കേഴ്സ് പോലും മുഴുവനായി അത് ട്രാക്ക് ചെയ്തിട്ടില്ല എന്നുള്ളതും നമുക്ക് എടുത്തു പറയാനുണ്ട്. 35,000-ന് മുകളിലുള്ള കാണികളാണ് സിനിമ കണ്ടിരിക്കുന്നത്. അതായത് ഇന്നത്തെ ഫൈനൽ പറയുന്നത് 80 ലക്ഷം രൂപയോളമായിരിക്കും എന്നുള്ളതാണ്. 55,71,000 രൂപയാണ് സിനിമയുടെ വന്നിരിക്കുന്നത്. 80 ലക്ഷം രൂപയ്ക്ക് മുകളിലായിരിക്കും ഇന്നത്തെ കളക്ഷൻസ്. ആദ്യമായിട്ട് സിനിമ 1 കോടിക്ക് താഴെ പോകുന്ന ദിവസമായി മാറുകയും ചെയ്യുന്നു. ഇതിനോടകം കേരള ട്രാക്കേഴ്സ് പുറത്തുവിട്ട കണക്കുകൾ അനുസരിച്ച് 29,55,00,000 രൂപയാണ് സിനിമയുടെ കേരള കളക്ഷനായി വന്നിരിക്കുന്നത്. അതായത് സിനിമ 38 കോടി കടന്നിരിക്കുന്നു എന്ന് തന്നെ പറയാം. വേൾഡ് വൈഡായിട്ട് സിനിമ 75 കോടിയിലേക്ക് ടച്ച് ചെയ്തു, അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് എത്തി എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഹിന്ദിയിൽ മികച്ച ഒരു രീതിയിലുള്ള ബുക്കിങ്ങും കാര്യങ്ങളുമൊക്കെയാണ്. ഇന്ന് ബുക്ക് മൈ ഷോ നോക്കുമ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത് ആ തരത്തിലുള്ള ഒരു കാര്യം തന്നെയാണ്. ഇന്നും മികച്ച രീതിയിലുള്ള ബുക്ക് മൈ ഷോ ബുക്കിംഗ് ആണ് കാണാൻ കഴിഞ്ഞത്. ഇന്ന് സിനിമയ്ക്ക് ഏകദേശം 31,000-ഓളം ടിക്കറ്റുകളാണ് ഈ ഒരു ദിവസം വിറ്റുപോയിരിക്കുന്നത്. അതായത് ന്യൂ ഇയർ ദിനമാണെങ്കിൽ പോലും നമുക്ക് അങ്ങനെ കാണാൻ കഴിയുന്നു. എല്ലാ സിനിമകൾക്കും വലിയ രീതിയിൽ ഇടിവുണ്ടാകുന്ന ഒരു ദിവസം തന്നെയാണ് നമുക്ക് എടുത്ത് പറയാനുള്ള കാര്യം. ഇനി വരുന്ന ദിവസങ്ങൾ ശനി ഞായറോട് കൂടി വരുമ്പോഴത്തേക്ക് നല്ല ലെവലിലുള്ള ഒരു ബുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ കാണാൻ കഴിയും എന്നുള്ളത് പ്രതീക്ഷയാണ്. വേൾഡ് വൈഡായിട്ട് സിനിമ 75-80 കോടിയിലേക്ക് എത്തിയിട്ടുണ്ട്. തീർച്ചയായും നമുക്ക് കാണാൻ കഴിയുന്നു 300 തിയേറ്ററുകളിലേക്ക് നാളെ മുതൽ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് അവിടുത്തെ അഭിപ്രായങ്ങളും കൂടെ വരുമ്പോഴത്തേക്ക് മികച്ച രീതിയിൽ തന്നെയായിരിക്കാം ഇനി സിനിമയുടെ കുതിപ്പ് തുടരാൻ പോകുന്നത്. 2025 ആദ്യ മാസങ്ങളിൽ അല്ലെങ്കിൽ ജനുവരിയിൽ നല്ല ലെവലിലുള്ള ഒരു കളക്ഷൻ ഈ സിനിമ തൂക്കും എന്നുള്ളതിന് സംശയം യാതൊരു ഇല്ല എന്ന് തന്നെ പറയാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തു തരാം. തീർച്ചയായും ഒന്ന് സബ്സ്ക്രിപ്ഷൻ പരിഗണിക്കണം. ലൈക്കും ഷെയറും ഒക്കെ ഒന്ന് ചെയ്യുമല്ലോ. ഗ്രേറ്റ് മീഡിയാസ്.